നമസ്കാരം. പ്രാർത്ഥനയുടെ ശക്തി വെളിവാക്കുന്ന ഒരു സംഭവം നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ജോൺ രണ്ടാമൻ രാജാവ് പോർച്ചുഗീസ് ഭരിക്കുന്ന കാലം. ജോൺ രണ്ടാമൻ രാജാവിൻ്റെ ഏറെ നാളായുള്ള ഒരാഗ്രഹമായിരുന്നു പോർച്ചുഗീസിൽ നിന്നും ആഫ്രിക്കയെ ചുറ്റി ഇന്ത്യയിലേക്ക് ഒരു വഴി കണ്ടെത്തണമെന്ന്. അതിന് നല്ലൊരു നാവികനെ അദ്ദേഹം അന്വേഷിച്ചു. അദ്ദേഹം ഭരിക്കുന്ന കാലഘട്ടത്തിൽ പായ്ക്കപ്പലുകളെ ഉള്ളൂ. 1486 ബർത്തലോമിയോ ഡയസ് എന്ന് പറയുന്ന ആ നാവികൻ അതിനു തയ്യാറായി. അദ്ദേഹം പായ്ക്കപ്പലിൽ യാത്ര പുറപ്പെട്ടു. ദുരിതപൂർണമായ യാത്രയായിരുന്നു അത്. 16 ദിവസം യാത്ര ചെയ്താണ് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്ത് എത്തിയത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കൂടി തെക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള ഒരു മുനമ്പിൽ എത്തിച്ചേർന്നു. അവിടെ ചെന്നപ്പോഴേക്കും വലിയ കോളിളക്കം. കൊടുങ്കാറ്റ് ആഞ്ഞാഞ്ഞു വീശുന്നു. തിരമാലകൾ തള്ളിത്തള്ളി കയറുന്നു. കടൽ കോളിളക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. പായ്ക്കപ്പൽ എങ്ങനെ മുന്നോട്ട് പോകും? എന്നാൽ അദ്ദേഹം ആ കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട്, ഈ മുനമ്പ് കൊടുങ്കാറ്റുകളുടെ മുനമ്പാണ്, ഇവിടം കടന്നു പോകാൻ ആർക്കും സാധിക്കില്ല, ആർക്ക് കടന്നു പോകാൻ സാധിക്കും എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം ആകെ വിഷമത്തിലായി. അദ്ദേഹം വേദനയോടുകൂടി മറ്റുള്ളവരോട് പറഞ്ഞു. ഭാഗ്യവശാൽ അദ്ദേഹം ഇപ്പുറം കടന്ന് ഇന്ത്യയിലെത്തി. അതിനെ തുടർന്ന് പോർച്ചുഗൽ രാജാവ് ജോൺ രണ്ടാമൻ ആ മുനമ്പിന് ദ കേപ്പ് ഓഫ് സ്റ്റോംസ് എന്ന് പേരിട്ടു. പിന്നീട് ആ ഭാഗത്തുകൂടി യാത്ര ചെയ്യുന്ന അനേകം കപ്പലുകൾ അവിടെ കൊടുങ്കാറ്റാൽ തകർന്നടിഞ്ഞു. ഒരു ദിവസം മറ്റൊരു കപ്പൽ അതിലെ പോകുമ്പോൾ കൊടുങ്കാറ്റിൽ ആടി ഉലഞ്ഞു. മുന്നോട്ട് ഒരു ഗതിയുമില്ലാതെ വിഷമിച്ചു. നടുക്കടലിൽ മുങ്ങിപ്പോകുമെന്നുറപ്പായി. അവിടെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും കോളിളക്കങ്ങളും എല്ലാം കണ്ടു മരിക്കുന്നതിന് മുമ്പായി രക്ഷപ്പെടാൻ വേണ്ടി ആ പായ്ക്കപ്പലിൻ്റെ കപ്പിത്താൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, ദൈവത്തിനു മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. എല്ലാവരും മുറവിളി കൂട്ടുകയാണ്. അപ്പോൾ യാത്രക്കാരിൽ ഒരാളായ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് അവരുടെ പിഞ്ചു കുഞ്ഞിനെ ആ പായ്ക്കപ്പലിൻ്റെ ക്യാപ്റ്റൻ കയ്യിലെടുത്തിട്ട് ആ കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചു. ദൈവമേ, ഞങ്ങളെല്ലാവരും പാപികളാണ്, ഞങ്ങളെല്ലാവരും ഈ കൊടുങ്കാറ്റിൽപ്പെട്ട് മരിക്കാൻ അർഹരാണ്. എന്നാൽ കർത്താവേ, ഈ കുഞ്ഞ് പാപമൊന്നും ചെയ്തിട്ടില്ലല്ലോ.